ജിജി ജോസഫ്, ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാപ്പു പറയലല്ലേ ഈ ഘട്ടത്തിൽ ഏറ്റവും ഉചിതമായത്? ജിജി ജോസഫ്. അല്ല ഡോക്ടർ അരുൺ, എൻ്റെ അകത്തൊരു കാര്യം പറയാനുള്ളത്, നമുക്കൊരു വിഷയത്തെ നമുക്ക് പണ്ട് ക്ലീശ ഉദാഹരണം പറയാമെന്ന് തോന്നും. വാതിൽ പകുതി അടഞ്ഞാണ് കിടക്കുന്നതെന്നും പറയാം, വാതിൽ പകുതി തുറന്നാണ് കിടക്കുന്നതെന്നും പറയാം. നമ്മളെങ്ങനെയാണോ കാണുന്നത് അതിനെക്കുറിച്ചാണ്. ഈ തൊഴിൽ മന്ത്രി ഇതിനെക്കുറിച്ച് നടപടി എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഈ മയക്കുമരുന്നും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇഷ്യൂസ് പല സ്ഥലത്തും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പൊതുവിൽ പറയും, നിങ്ങൾ കുട്ടികൾ ഈ പഴയ ATM കാർഡ് സൂക്ഷിക്കുന്നുണ്ടോ, കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടോ, നിങ്ങളത് വീട്ടിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. നമ്മൾ ഇങ്ങനത്തെ ഒരു കോണ്ടസ്റ്റിൽ തന്നെ എടുക്കുകയായിരിക്കും വളരെ ഉചിതം. അത് ആ രീതിയിലാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊരു വിവാദമായിട്ട് നമ്മളിത് വേറൊരു രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ഇന്ന് വൈകുന്നേരത്തെ ചർച്ച മാത്രമായി തീരും. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതുമില്ല. പക്ഷെ ഇതങ്ങനെയല്ല കാണേണ്ടത്. ഇന്ത്യയിൽ ആകമാനമുള്ള സ്ത്രീകൾക്കുള്ള തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അവർ അനുഭവിക്കുന്ന യാതനകൾ, ഇന്ന് ദ ഹിന്ദുവിലൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഇത്തരം പ്രൊഫഷണൽസ്, സയൻറ്റിഫിക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ 53.2 മണിക്കൂറാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 5 മണിക്കൂർ വെച്ച് വരുമ്പോൾ 11 മണിക്കൂർ അവർ തൊഴിലെടുക്കുന്നുണ്ട്. 5 ദിവസമാണെങ്കിൽ 11 മണിക്കൂർ അവർ തൊഴിലെടുക്കുന്നുണ്ട്. 6 ദിവസം 9 മണിക്കൂർ അവർ തൊഴിലെടുക്കുന്നുണ്ട്. പക്ഷേ മീഡിയ പ്രൊഫഷണൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലും ഇത്തരം സംഭവങ്ങളുണ്ട്. കേരളത്തിലെ തൊഴിലിടങ്ങളിൽ ഇപ്പോൾ ടെക്സ്റ്റൈൽസുകളിൽ സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റില്ല, തൊഴിലവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, അതിന് വീട്ടിൽ പരിശീലനം നേടി വരണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? പറയട്ടെ, നമ്മളിതിനെ അല്ല ഞാൻ ഇതിനെ അങ്ങനെയല്ല കാണേണ്ടത്. അതായത് നമ്മൾ സാധാരണ പറയുള്ളൂ, നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങൾ വരിക, കൂടുതൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയാണോ തൊഴിലവകാശ നിഷേധനത്തെ നമ്മൾ നേരിടേണ്ടത്? കുട്ടികൾ സമ്മർദ്ദത്തെ നേരിടേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ഉയർത്തിക്കൊണ്ടാണോ ജിജി ജോസഫ്? ഒരു തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ഒരു സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ. ഈ പല സ്ഥലത്തും നമുക്കൊരു ജോലി കിട്ടുമ്പോൾ, ആ ജോലി കിട്ടുമ്പോൾ നമുക്ക് സോഷ്യലി നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്, സാമൂഹ്യ സമ്മർദ്ദം. വീട്ടിൽ നിന്നാണെങ്കിലും, ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും, വൈഫ്, ഇങ്ങനെ ആരൊക്കെ ഒരു കമ്പനി കൊടുത്ത സമ്മർദ്ദത്തെ സമൂഹത്തിന് മണ്ടേ കൊണ്ടിടല്ലേ? ഇപ്പൊ വലിയൊരു അവിടുത്തെ വർക്ക് ഷെഡ്യൂളാണ് ജിജി ജോസഫ് അന്നേ സമ്മർദ്ദത്തിലാക്കിയത്. അത് സമൂഹത്തിന് നൽകിക്കൊണ്ടിടണ്ട. അല്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇതുണ്ട്, പൂർത്തിയാക്കിയാലേ അത് എൻ്റെ അർത്ഥം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനും ഇടയ്ക്ക് പറയും, ഇത് ഓവർലാപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ സംസാരിക്കില്ല. സംസാരിച്ചത് വേറെ നെഗറ്റീവ് സാധനമായിട്ട് വരും. അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഞാൻ അതല്ല പറഞ്ഞത്. പൊതുവിൽ നമുക്ക് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി കഴിയുമ്പോൾ ജോലി സ്ഥലത്ത് ഇത്രയും സാലറി ഉള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് പോരുന്നത് എന്ന് പറയുന്ന ഒരു ചുറ്റുപാടിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മളിപ്പോൾ കൊല്ലത്തെ ഒരു കുട്ടി സ്ത്രീധന മരണം സംഭവിച്ചതിന് ശേഷം പറഞ്ഞല്ലോ, കുട്ടി വീട്ടിൽ വിളിച്ച് പറയുന്ന സമയത്തും കുട്ടിയോട് അവിടെ എങ്ങനെയും പിടിച്ചു നിൽക്കുന്നത്, ഞാൻ ഈ വീട്ടുകാരങ്ങനെ പറഞ്ഞെന്നല്ല പറഞ്ഞു. ഞാൻ ഈ വിഷയം നിങ്ങൾ പറയുന്ന നിർമ്മല സീതാരാമൻ പറഞ്ഞ അങ്ങനെയല്ല ഞാൻ ആ കുടുംബത്തെ അല്ല പറഞ്ഞെന്ന് ഡോക്ടർ അരുണിനോട് ഞാൻ പറഞ്ഞത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് പഠിക്കാനും അത് കൂടുതൽ മനസ്സിലാക്കാനും വലിയ ചർച്ചകളാണ് നടത്തേണ്ടത്. വിവാദമാക്കി അല്ല, സ്ത്രീകൾ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നാണ് മന്ത്രി പറഞ്ഞത്. മാത്രമാക്കി മാറ്റുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്നാണ്. പക്ഷേ എനിക്ക് കുടുംബത്തെ കുറിച്ച് തൊഴിലിടത്തെ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിന് ധനമന്ത്രി ചെന്നൈ കോളേജിൽ നടത്തിയ പ്രസംഗം എങ്ങനെ ഉപകരിക്കും? അങ്ങ് വിശദീകരിക്കൂ. അവിടുത്തെ ധ്യാന കേന്ദ്രവും ആരാധനാലയവും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തല്ലേ ഇത് പറഞ്ഞത്. അതല്ലാതെ നേരെ വന്നിട്ട് ഇവിടെയുള്ള ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് എന്നല്ല പറഞ്ഞത്. അവിടെ അതിന് വേണ്ടിയിട്ടൊരു സംവിധാനം ഒരുക്കുന്നു. ആ സംവിധാനം ഒരുക്കുമ്പോൾ സംവിധാനത്തെ കുറിച്ച് നമ്മൾ അല്ല, ആ കോളേജിൽ എന്താ നടന്നത്? യൂണിവേഴ്സിറ്റി, അതിലെ വിദ്യാർത്ഥികൾക്ക് ഹോളും, അതെ
അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ഏത് സ്ഥാപനം സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴും നിങ്ങളൊരു ശാസ്ത്ര മേഖലയിൽ ഒരു സാധനം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ പറയുന്ന പ്രസംഗം വ്യത്യാസമാണ്. അത് സോഷ്യലി നിങ്ങൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് കേപ്പബിൾ ആവണം എന്ന് പറയും. നമ്മളിപ്പോൾ സാധാരണ പറയുള്ളൂ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നമുക്കൊക്കെ മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണ് പറയുന്നത് ജിജി? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആകെ 3 വാചകങ്ങളെ വേണ്ടൂ. ഒന്ന്, ഈ വാർത്ത സൂചിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചെന്നൈയിലെ യൂണിവേഴ്സിറ്റിയിൽ സ്വകാര്യ കോളേജിൽ നടത്തിയ പ്രസംഗത്തിൽ വീട്ടിൽ നിന്ന് ഈ സമ്മർദ്ദങ്ങളെ നേരിടാൻ പഠിപ്പിച്ചു വിടണമെന്ന് പറയുന്നു. എന്റെ ചോദ്യം, അന്ന സെബാസ്റ്റ്യൻ മരിച്ചത് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടാത്തത് കൊണ്ടാണോ? 2, ഈ വിഷയങ്ങളിൽ പ്രാർത്ഥന വേണം, ആന്തരികമായ ശക്തി ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് വേണമെന്ന് പറയുന്നു. തൊഴിലവകാശ നിഷേധനത്തിന് ആന്തരിക ശക്തി കൊണ്ട് നേരിടാൻ കഴിയുമോ ജിജി? അല്ല, ഇത് തൊഴിലവകാശത്തിന് വേണ്ടിയിട്ടല്ല ഇത് അവർ പറഞ്ഞത്. നിങ്ങളിത് മനസ്സിലാക്കും. ഇതൊരു സോഷ്യൽ കോണ്ടക്സ്റ്റിന്റെ രീതിയിൽ വേണം ഇതിനെടുക്കാൻ. അല്ലാതെ അന്ന എന്ന കുട്ടിയെ മാത്രമായിട്ടല്ല എടുക്കുന്നത്. ഞാൻ പറയുന്നത് സമ്മർദ്ദം ഉണ്ടാകുന്നതിന് നമുക്ക് ചില സ്ഥലത്ത് നമുക്കറിയാലോ, വലിയ ജോലി വിടുമ്പോൾ നമുക്ക് പ്രഷർ കൂടുമ്പോൾ ജോലി വിടാൻ പോലും നമുക്ക് അതിനൊരു ധൈര്യം ഉണ്ടാവില്ല. ഞങ്ങൾ പറയുന്ന മന്ത്രി അതിൻ്റെ അകത്ത് പറഞ്ഞത് അവിടുത്തെ ധ്യാന കേന്ദ്രവും ആരാധനാലയവും ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത് സ്ഥാപിക്കുന്നത് എന്നും അത് നമുക്ക് ആന്തരികമായി അധ്യാപകരിൽ നിന്നും ഫാമിലിയിൽ നിന്നും നമുക്ക് കൂടുതൽ കരുത്തുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ശീലം ഉണ്ടാവണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന് പ്രാർത്ഥന ആവശ്യമാണ്, ധ്യാനം അത് ഈ അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഇഷ്യൂ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു വേദന നിലനിൽക്കും. അവരൊന്ന് എക്സിൽ കുറിച്ചിട്ടുണ്ടല്ലോ, അവരെ പരാമർശിച്ച് അവരങ്ങനത്തെ കുഴപ്പം ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത്. പകരം ബാക്കിയുള്ള നമ്മൾ ഈ സാധാരണ മയക്കുമരുന്ന് അടിക്കുന്ന സമയത്തുള്ള അത് കഴിഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്ന സർവമാനമുള്ള ബാക്കി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയുമല്ലോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പറയുമല്ലോ, നിങ്ങളിത് സോഷ്യലി നിങ്ങളിങ്ങനെ ഉപയോഗിക്കരുത്, പറയരുത് എന്നൊരു സോഷ്യൽ ഉപദേശമാണ് നൽകിയത്. സമൂഹത്തിന് കൊടുത്തിട്ട് ഒരു ഉപദേശമാണ് നൽകിയത്. ഈ അവസരം സമയത്തുണ്ട്. തൊഴിൽ സമ്മർദ്ദം മൂലം, ഈ മാനേജറിൽ നിന്നും അസിസ്റ്റന്റ് മാനേജറിൽ നിന്നും ഏറ്റ തൊഴിൽ പീഡനം മൂലം ഒരു കുട്ടി ശാരീരികമായി തളർന്നു കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇത്തരം സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള കരുത്ത് നേടണമെന്നും ധ്യാനിക്കണമെന്നും ആന്തരിക ശക്തി വേണമെന്നും പറയുന്നതിലൊരു യുക്തിരാഹിത്യമില്ലേ എന്നാണ് എൻ്റെ ചോദ്യം ജിജി. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്, അവിടെ എന്തിനാണ് ഈ വാർത്ത കൊണ്ടുവരുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കഥക് പകുതി അടഞ്ഞാണ് കിടക്കുന്നതെന്നും പറയാം, അല്ലെങ്കിൽ പകുതി തുറന്നാണ് കിടക്കുന്നതെന്നും പറയാം. അത് നിങ്ങൾ എടുക്കുന്ന രീതിയാണ്. വിവാദമാക്കണം എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പൊ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് മുഹമ്മദ് റിയാസിന്റെ ആവശ്യം നമുക്കറിയാലോ. അൻവറിൽ നിന്ന് അടുത്ത ടോപ്പിക് താങ്കൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? അന്ന സെബാസ്റ്റ്യന്റെ മരണം വീട്ടിലെ സമ്മർദ്ദം നേരിടുന്നതിനുള്ള പരിശീലനക്കുറവുള്ളത് കൊണ്ടാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ ജിജിക്ക്? ജിജിത്തെ മനസ്സിലാക്കിയത് എന്താണ്? അത് പറയൂ. ധനമന്ത്രി മനസ്സിലാക്കിയത് എങ്ങനെയോ ആവട്ടെ, ജിജി മനസ്സിലാക്കിയത് എന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു തൊഴിലിടങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നു, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഒരാളെ കേന്ദ്രീകരിച്ചല്ലോ. ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ ഇതിന് എങ്ങനെ പരിഹാരം കാണണം എന്നുള്ളതാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. അതിന് ഇന്ത്യയിൽ ആകമാനം ചർച്ച നടക്കണം. ഞാൻ അതാണ് പറഞ്ഞത്. കാര്യം ഇന്ത്യയിൽ ഏതാണ്ട് 8.5% തൊഴിൽ സമ്മർദ്ദത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് ജിജി ജോസഫ്? അങ്ങ് പറയൂ. ഇത്തരം കോർപ്പറേറ്റ് ഇടങ്ങളിലെ തൊഴിൽ സമ്മർദ്ദത്തെ എങ്ങനെ നേരിടുക? ഞാൻ പറയുന്നത് അതിനാണല്ലോ അവിടുത്തെ അന്വേഷണം നടത്തണം. ആ ഏണസ്റ്റ് ആൻഡ് കമ്പനിക്കെതിരെ നടപടിയെടുക്കണം. ഈ ധനമന്ത്രി അത്തരമൊരു വാദം ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ടത് അന്വേഷണം നടത്തുന്നത്. ഇവിടെ ഓൾറെഡി അന്വേഷണം നടത്താൻ നിശ്ചയിച്ചു കഴിഞ്ഞു. തൊഴിൽ വകുപ്പൊക്കെ അത് എടുത്തു കഴിഞ്ഞു. പൊതുവിൽ വിദ്യാർത്ഥികൾ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഒരു ധ്യാന ഹാൾ ആയതുകൊണ്ട് ഇതിന്റെ പ്രയോജനവും അധ്യാപകരും തൊഴിൽ സമ്മർദ്ദവും തമ്മിൽ എന്ത് ബന്ധം?
അതല്ലേ അത് ഈ സോഷ്യൽ ഇപ്പോൾ നടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നേ. അതിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് കണ്ടാൽ നെഗറ്റീവായിട്ട് കാണാം. നിങ്ങൾ നെഗറ്റീവായിട്ട് കണ്ടാൽ ഇന്ന് വൈകുന്നേരത്തെ മാത്രം ചർച്ച ചെയ്ത് ഇത് തീരും. അങ്ങനെ തീരരുത്. ഈ ചർച്ച മുന്നോട്ട് പോകണം. ഈ സമൂഹത്തിൽ എല്ലായിടത്തും ചർച്ച നടക്കണം. 8% വരുന്ന കോർപ്പറേറ്റ് മേഖലകളിലുള്ള സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ